ഹലോ, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് മൂന്നാമത്തെ ദിവസമായി. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിയട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള അരിപ്പൊടി ഞാൻ മിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ കോഴിയട എന്ന് പറയുമ്പം സാധാരണ ഒരു അടയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അതായത് ഈ വീഡിയോ നാളെ ആയിരിക്കും വരിക. തലേ ദിവസത്തെ വീഡിയോ ഞാൻ പിറ്റേ ദിവസമാണ് ഇടുക. അപ്പോൾ അതായത് ഏപ്രിൽ 5-ന് ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. അപ്പോൾ ഞാനിതാ പത്തിരിക്കും വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നോർമൽ എല്ലാവരും പത്തിരിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമ്മൾ ഒരു മസാല ഉണ്ടാക്കിയിട്ട് അത് ഫില്ല് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞി അട ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഇന്നെനിക്ക് ഒരുപാട് വിഷസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് പറയാണ് കേട്ടോ ഈ ഒരു അവസരത്തിൽ. അപ്പോൾ നമ്മളെ കോഴിയട ഉണ്ടാക്കാനുള്ള അടൻ്റെ മാവ് ഞാൻ നല്ലോണം കുഴച്ചിട്ട് കൈകൊണ്ട് കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ ആ ചൂടോടൊക്കെ തന്നെ ഞാനിങ്ങനെ ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് അവിടെ മൂടി വെക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ എപ്പത്തെയും പോലെ തന്നെ പച്ചമുളക്, ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പിന്നെ കുറച്ച് മാറ്റം വരുത്തിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ സാധാ മസാല തന്നെ. ഈ മസാല ഉണ്ടാക്കാൻ ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടാവില്ല, എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. എല്ലാത്തിനും ഇത് തന്നെ സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡറും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. നമ്മൾ ചിക്കൻ ഓൾറെഡി ഞാൻ വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത് അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഫ്ലേവറിൽ വ്യത്യാസം വരുത്താൻ നമ്മളിഷ്ടം പോലെ. നോൺ വെജ് വേണ്ട, ഇനി വെജിറ്റബിൾ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ചിക്കൻ വേണ്ട, ബീഫ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം എല്ലാത്തിൻ്റെയും മസാലയിൽ ചിക്കനോ ബീഫോ വെജിറ്റബിളോ എന്താ ചേർക്കേണ്ടതെന്നുള്ളത് നമ്മളിഷ്ടമാണ്. അപ്പം അതിനനുസരിച്ച് മാറ്റം വരുത്തുക. ബാക്കി ബേസിക്കൊക്കെ ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തന്നെയാണ് എല്ലാത്തിനും വരിക. പൗഡർ ആണെങ്കിൽ ബീഫും ചിക്കനൊക്കെ ചേർക്കുന്നതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൗഡറൊക്കെ എല്ലാത്തിനും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ബിഗിനേഴ്സായ ആൾക്കാരോട് ആണ് കൂടുതലും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ അവർക്കൊന്നും നല്ലോണം വ്യക്തമായി മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അല്ലാത്തവർക്ക് ഇതിപ്പം അടുക്കളയിൽ എപ്പോഴും കുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമോ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് പെട്ടെന്ന് ഇത് മനസ്സിലായിക്കോളും. അപ്പോൾ ഇത് ഞാൻ മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുത്തിട്ട് നമ്മളെ മാവിൻ്റെ കുഞ്ഞു കുഞ്ഞു ബോൾസാക്കി എടുക്കുക. എന്നിട്ട് അതിങ്ങനെ ഒന്ന് പരത്തിയിട്ട് കുറച്ച് മസാല അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു അടയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇതാ കോഴിയട ഉണ്ടാക്കുന്ന കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിമ്പിളാണ്. അപ്പോൾ അതിങ്ങനെ സൈഡൊന്നും ഇങ്ങനെ വിട്ടു പോരാതെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനത് അതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഷെമിക്കും മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ ടേബിളിൽ വെച്ചിട്ട് ഇതാക്കിയെടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും കൂടി വന്ന് വട്ടത്തിലിരുന്നു. അപ്പോൾ ഷെമിക്ക് ബോളാക്കി കുഞ്ഞു കുഞ്ഞു ബോളാക്കി തരുന്നുണ്ട്. മോനതിന് കുറച്ച് മാവ് എടുത്തിട്ട് പരത്തി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേറൊരു ട്വിസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് വേണമെങ്കിൽ ഓൺ വോയിസിൽ കേൾപ്പിച്ചു തരാം. അവിടെ വെച്ചോളി, ഞാനാക്കിക്കോളൂ. അത് പൊട്ടിപ്പോട്ടോ. അത് ആവിക്ക് വെക്കുമ്പോ പൊട്ടിപ്പോ. അപ്പോൾ കേട്ടില്ലേ, ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആദ്യം കുറേ ബോൾസ് ആക്കി ഇട്ട് തന്നു. പിന്നെ പറഞ്ഞു ഞാൻ പരത്തുന്ന കണ്ടപ്പോൾ അതുപോലെ പരത്തി നോക്കാം, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ്.
പിന്നെ മൂപ്പരൊന്ന് ചെയ്ത് തുടങ്ങിയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ആകെ കുളമായിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ പൊട്ടി പൊട്ടി പോരുമായിരുന്നു. പിന്നെ അതിലിട്ട് മാവ് വെച്ച് മസാല വെച്ച് വീണ്ടും ഉരുട്ടും പിന്നെയും പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ വേറൊരു മെത്തേഡ് മൂപ്പര് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വേറൊരു ട്രിക്കും കൂടി ചെയ്യുന്നുണ്ട്. 2-3 ട്രിക്കുകൾ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കേട്ടോളി. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ പരീക്ഷണം. അതിൽ മൂപ്പര് പരാജയപ്പെട്ടു. അപ്പോൾ പിന്നെ ആ ബോൾ എൻ്റെ കയ്യിൽ തന്നിട്ട് അടുത്ത പരീക്ഷണത്തിന് വേണ്ടി പോയി. അപ്പോൾ അതിലിതാ വീണ്ടും കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് 2 മൂടിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് അതിലൊന്ന് പ്രസ് ചെയ്ത് കാണിച്ചു. അപ്പം എനിക്ക് എൻ്റെ പണി ഈസിയാക്കി തരാനുള്ള ടെക്നിക്കുകൾ നോക്കുകയാണ് കേട്ടോ. പക്ഷേ എനിക്ക് പണി കൂടുകയാണ് ചെയ്തത്. അങ്ങനെ ഇതാ മൂപ്പരെ പരീക്ഷണങ്ങളൊക്കെ പരാജയത്തിലായി. അത് വീണ്ടും പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ മൂപ്പര് തന്നെ പിന്നെ അതൊക്കെ എടുത്ത് പോയിട്ടോ. കൈ കഴുകിയ ആൾ പിന്നെ മൂപ്പര് പണിക്ക് പോയി. അതുകൊണ്ട് ഇത് പിന്നെ മൂപ്പർക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞാനിതാ മൊത്തത്തിൽ കോഴിയോടൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ കുറച്ച് മസാല ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിൽ ഇനിയിപ്പോൾ നാളെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ എടുക്കുക വിചാരിച്ചിട്ട് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. എണ്ണയും മാവും പരത്തലും ഒട്ടിക്കലൊക്കെ ആയിട്ട് ഫുള്ളിങ്ങനെ ഉണങ്ങി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തുടച്ച് ക്ലീനാക്കി എടുത്തു. ഇനി ഇത് നമ്മളെ കോഴിയോടെ ഒന്ന് സ്റ്റീം ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി തട്ടെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തും. അപ്പോൾ ഇനി വാഴയിലയോ അല്ലെങ്കിൽ ഒരു ടവലോ എന്തെങ്കിലും വെച്ചാൽ മതി ഈ വെളിച്ചെണ്ണ ആക്കുന്നതിന് പകരം. അപ്പോൾ എനിക്കിത് കുറച്ചും കൂടി ഈസി ആയിട്ട് ഇനി വാഴയില പറിക്കാനും ടവലെടുക്കാനൊന്നും പോകണ്ട വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് അതിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ഒന്നും ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. നല്ലോണം റെഡിയായി വന്നൊന്നും പൊട്ടിപ്പോയൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് നമ്മളെ സ്നാക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉന്നക്കായാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഴം ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലോണം ഒരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്കുള്ള ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയായിരിക്കും. ഉന്നക്കായൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും ചിലവർ എന്താ പറയുക മുട്ട യൂസ് ചെയ്യും. ഈ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മുട്ട പൊട്ടിച്ചൊഴിക്കും. ചിലവർ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും അങ്ങനെയൊക്കെ ഇട്ടിട്ട്, ഞാനിവിടെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പ്ലെയിനായിട്ടാണ് തേങ്ങയും പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ട് എടുക്കുകയാണ്. അതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് അത്രയ്ക്ക് ഇഷ്ടാവില്ല. പിന്നെ ഇന്ന് എൻ്റെ മോനും കൂടി നോമ്പെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോനിക്ക് പിന്നെ ജനിച്ചിട്ട് ആദ്യമായിട്ട് അവൻ എടുക്കുന്ന നോമ്പാണ്. ഇന്നലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഉച്ചയായപ്പോഴത്തേക്കും ആൾക്ക് വിശക്കാൻ തുടങ്ങി. ആൾ നോമ്പ് മുറിച്ചു. ഇന്ന് ഫുള്ളായിട്ട് നോമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമുള്ള രീതിയിലാക്കാൻ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത് കേട്ടോ. മോനാകെ 5 വയസ്സായിട്ടുള്ളൂ. നോമ്പ് എടുക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷെ ഓൻ്റെ നിർബന്ധത്തിന് തന്നെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇന്ന് ആ ഒരു നോമ്പ് ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് നമ്മൾ ഉടച്ച് വെച്ച പഴം എടുത്തിട്ട് നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഫില്ലിങ്സ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. സിമ്പിളാണ്, ഇത് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഞാനിതാ അതുപോലെ ഉന്നക്കായ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഉന്നക്കായ ഫുള്ളായിട്ട് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും നമ്മളെ കോഴിയുടെയും സ്റ്റീമൊക്കെ കയറി നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട കൂട്ടുണ്ടാക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് മോനെയും കൂട്ടിയിട്ട് ഷെമിക്കൊന്ന് പുറത്ത് പോയി തറവാട്ടിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തറവാട്ടിൽ നിന്ന് ഓനിക്ക് നോമ്പുണ്ട് പറഞ്ഞപ്പോൾ ഉമ്മ 2 ടയർ പത്തിരി കൊടുത്ത് വിട്ടതാണ് കേട്ടോ. അപ്പോൾ മോനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതാ നമ്മളെ മസാല ഉണ്ടാക്കി അതേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ട് നമ്മളെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ചിക്കൻ കറി ഉണ്ടാക്കാനൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. അപ്പം നമ്മൾ എല്ലാവരും സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു, അതും വഴറ്റിയെടുക്കുക. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല ഇടുന്നോർക്കാത്, ഇറച്ചി മസാല ചിക്കൻ മസാല ഇടുന്നോർക്കാത് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക.
അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. നോർമലായിട്ട് എല്ലാവരും എങ്ങനെ ചിക്കൻ കറി വെക്കുന്നോ അതേപോലെ തന്നെയാണ്, സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഞാനിതിൽ ഒരു പീസ് ചിക്കൻ സ്റ്റോക്ക്, അതായത് നമ്മളെ മാഗി ക്യൂബ് എന്ന് പറഞ്ഞിട്ട് കിട്ടില്ലേ, അത് എക്സ്ട്രാ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ. അപ്പോൾ ഇതാ ഞാൻ മസാലയൊക്കെ നല്ലോണം വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോമ്പിന് ഷെമിക്കാക്ക് കുറച്ച് ഇങ്ങനെ വെറൈറ്റി ഫുഡിനെക്കാട്ടി നോർമലായിട്ടുള്ള ഫുഡുകളൊക്കെ തന്നെയാണ് ഇഷ്ടം. നമ്മൾ കുറേ വെറൈറ്റീസ് ഉണ്ടാക്കി കൊടുക്കുമ്പം അധികം ആൾ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ സാധാ രീതിയിലുള്ള ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അവർക്കൊക്കെ ഇഷ്ടമുള്ള പോലെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ സ്പെഷ്യലായിട്ട് ഇനി ഉണ്ടാക്കുന്ന ദിവസം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, 2-3 ചുവന്നുള്ളി, പിന്നെ കുറച്ച് വലിയ ജീരകം, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. ഇത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കോഴിയട മിക്സ് ആക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഗോൾഡൻ കളറായി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കോഴിയോട് എടുത്തിട്ട് അതിലിട്ടാൽ സംഭവം സെറ്റായി. ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കുറച്ചൊന്ന് തിളച്ച് വരുമല്ലോ, അപ്പോൾ ഒന്ന് ഇളക്കി മിക്സാക്കുക. അപ്പോൾ ഇതൊന്ന് തിക്കായി വരും. തിക്കായി വരുന്ന സമയത്ത് നമ്മൾ കോഴിയട സ്റ്റീം ചെയ്തെടുത്ത കോഴിയട ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കോഴിയട പൊട്ടിയൊന്നും പോവാതെ ഒട്ടിപ്പിടിക്കാതെ അങ്ങനെ നല്ലോണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോവാതെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മിക്സ് ചെയ്യുമ്പോൾ കയ്യിലിട്ട് വല്ലാതെ ഇളക്കിയിട്ട് ഉടച്ച് കളയണ്ട. അപ്പം മെല്ലെ ഇങ്ങനെ എല്ലാ സൈഡിൽ നിന്നും ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലേക്കൊന്ന് ആ ഒരു എന്താ പറയുക അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ സെറ്റായി. ഇനി അടുത്തത് നമുക്ക് ജ്യൂസ് എന്തെങ്കിലും സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് നമ്മളെ മഷൂറാൻ്റെയും ബഷീറിൻ്റെയും ഒക്കെ ചാനൽ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ അതിൽ കണ്ടൊരു ഡ്രിങ്കാണ് കേട്ടോ ഇന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അവർ എപ്പോഴും ഇപ്പോൾ റമദാൻ്റെ ഡീറ്റെയിൽ വീഡിയോ മഷൂറ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ കാണാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ അവർ ഡെയിലി ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വിചാരിച്ചിട്ട് എടുത്താണ്. അപ്പോൾ അവർ ഓറഞ്ചും ചെറുനാരങ്ങയും പിഴിഞ്ഞിട്ട് അതിൽ മധുരമൊക്കെ ഇട്ടിട്ട് ഐസൊക്കെ ഇട്ടിട്ടുള്ളൊരു നോർമൽ ഡ്രിങ്കാണ്. അപ്പം എനിക്ക് ഓറഞ്ച് കിട്ടിയില്ല, അപ്പം മുസമ്പിയാണുള്ളത്. അപ്പം ഞാനിതാ മുസമ്പിയും പിന്നെ നമ്മളെ ചെറുനാരങ്ങ ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി എടുക്കുന്നുണ്ട്. കുറച്ച് കസ്കസും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഡ്രിങ്ക്. അപ്പോൾ ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രസമുണ്ടായിരുന്നു കുടിക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടികൾക്കും ജിങ്കാക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് അതിലേക്ക് കുറച്ച് തണുത്തുള്ളം കൂടി ഒഴിച്ചിട്ട് അതൊരു ബോട്ടിലേക്ക് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ജ്യൂസും സെറ്റായി. ഇനിയിപ്പോൾ ഉന്നക്കായും കൂടി ഫ്രൈ ചെയ്തെടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഏകദേശം സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനിപ്പോൾ ഉന്നക്കായും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ഉന്നക്കായ അതിലേക്ക് ഓരോന്നിട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ.
അങ്ങനെ ഇതാ ബാങ്കൊക്കെ കൊടുത്തു, ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. എന്നിട്ട് നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം നമ്മളെ വെഡിങ് ആനിവേഴ്സറിൻ്റെ ചെറിയൊരു സെലിബ്രേഷനാണ്. ഒന്നുമില്ല, ഇത് ഷെമിക്കാൻ്റെ ഇഷ്ടത്തിന് പോയിട്ട് ചെറിയൊരു കേക്ക് വാങ്ങിക്കൊണ്ടുവന്നു. ഇപ്രാവശ്യം നോമ്പൊക്കെ ആയതുകൊണ്ട് ഒന്നും വേണ്ട, ഇനി പെരുന്നാളൊക്കെ ആകുമ്പം നമുക്ക് ഉഷാറാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഷെമിക്ക് പോയിട്ട് കുട്ടികളെയും കൊണ്ട് പോയപ്പോൾ കേക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ നോമ്പോറൊക്കെ കഴിഞ്ഞിട്ട് അത് കട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ.